മുനമ്പം ഭൂമി തർക്കത്തിൽ സമരക്കാരുമായി മുഖ്യമന്ത്രി നാളെ ചർച്ച നടത്തും. ഓൺലൈനായിട്ടായിരിക്കും ചർച്ച നടത്തുക എന്നാണ് വിശദാംശങ്ങൾ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ്. ചന്തു, എന്താണ് ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ? നാളെ സമരക്കാരുമായി ചർച്ച നടത്തുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. 4 മണിക്ക് ഓൺലൈനായിട്ടായിരിക്കും ഈ ചർച്ച. അതിൽ എറണാകുളം ജില്ലാ കളക്ടറും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ പ്രധാനമായും സമരക്കാരെ അറിയിക്കുക എന്നതാണ് ഈ ചർച്ചയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രിമാർ സംസാരിച്ചപ്പോഴും മുഖ്യമന്ത്രി തന്നെ സമരക്കാരെ ഈ കാര്യങ്ങൾ അറിയിക്കും എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ ചർച്ച. ഓൺലൈനായി നടത്തുന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി പ്രധാനമായും ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും, എങ്ങനെയായിരിക്കും അവർ ഈ വിഷയം പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി ഈ സമരക്കാരുമായി ചർച്ച നടത്തും. ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്യും. ഇന്ന് മന്ത്രിമാർ ഉന്നതതല യോഗത്തിന് ശേഷം വ്യക്തമാക്കിയത് നിലവിലെ സാഹചര്യത്തിൽ വളരെ സങ്കീർണമായ പ്രശ്നമാണ്. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഒരു പോം വഴി എന്നത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുക എന്നതാണ്. അതാണ് ഇപ്പോൾ സർക്കാർ നടത്തിയിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം നിലവിൽ ചെയ്യുക എന്നത് വളരെ സങ്കീർണമായ പ്രശ്നമായിരിക്കും. ആ കാര്യം മുഖ്യമന്ത്രി പ്രധാനമായും സമരക്കാരെ ധരിപ്പിക്കും. മാത്രമല്ല, ഒരാളെയും അവിടെ നിന്നും കുടിയൊഴിപ്പിക്കില്ല എന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം നാളെ മുഖ്യമന്ത്രി ഈ സമരക്കാർക്ക് ഉറപ്പു നൽകും. മുഖ്യമന്ത്രി ഉറപ്പു നൽകുന്നത് കൂടാതെ തന്നെ വഖഫുമായി ബന്ധപ്പെട്ട് നിലവിൽ അവിടെ നോട്ടീസ് നൽകിയിട്ടുള്ളതും ആയ നടപടികൾ ഇനി മുന്നോട്ട് പോകില്ല എന്ന് മുഖ്യമന്ത്രി അറിയിക്കും. അത് ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ എടുത്ത തീരുമാനമാണ്. മാത്രമല്ല, പുതിയ നോട്ടീസുകൾ വഖഫ് ബോർഡ് നൽകില്ല എന്ന കാര്യം, ഈ കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി ഈ സമരക്കാരുമായി ചർച്ച നടത്തും, സമരക്കാരെ അറിയിക്കും. പക്ഷേ പ്രധാനമായും ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുമ്പോൾ അതിന്റെ കാലാവധി അത് നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരം ഒരു ആശങ്കയാണ് ഇന്ന് സമരക്കാർ അവിടെ വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച തീരുമാനം അംഗീകരിക്കുന്നില്ല എന്നും ഈ സമരക്കാർ വ്യക്തമാക്കിയിരുന്നു. സംയുക്ത സമരസമിതി അവിടെ പന്തം കൊളുത്തി പ്രതിഷേധമൊക്കെ നടത്തിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ആശങ്ക സമരക്കാർ മുഖ്യമന്ത്രിയെ അറിയിക്കും. മുഖ്യമന്ത്രി അതിൽ എന്ത് കാര്യമായിരിക്കും വ്യക്തമാക്കുക എന്നത് പ്രധാനമാണ്. എന്തായാലും ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയതിനു ശേഷം മുഖ്യമന്ത്രി പ്രധാനമായും ആവശ്യപ്പെടുക നിലവിലെ സാഹചര്യത്തിൽ ഈ സമരം അവസാനിപ്പിക്കുക എന്ന ഒരു ആവശ്യമായിരിക്കും മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുക. അതിൽ സമരക്കാർ എന്ത് തീരുമാനം എടുക്കുമെന്നത് ശരി.